നിലവിലുള്ള സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിനും US-നുമെതിരെ ആണവയുദ്ധം പ്രഖ്യാപിച്ചാലോ ആഗോള പരിഭ്രാന്തിയാകും. മിസൈൽ അലേർട്ട്സ് ടെല്ലാവിയിൽ മുഴങ്ങുന്നു. US-ന്റെ താവളങ്ങൾ മിഡിൽ ഈസ്റ്റിലുള്ളത് റെഡ് അലേർട്ടിലേക്ക് കുതിക്കുന്നു. ഇറാൻ്റെ ആണവായുധങ്ങളോ ലോഡഡ് ആൻഡ് റെഡി ടു ലോഞ്ച്. സാറ്റലൈറ്റ്സ് പെട്ടെന്നുള്ള നീക്കങ്ങൾ കണ്ടെത്തുന്നു. മിസൈൽ ലോഞ്ചറുകൾ വിന്യസിക്കുന്നു. മിനിറ്റുകൾക്കുള്ളിൽ യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ കടലിടുക്കുകളിൽ പാഞ്ഞെടുക്കുന്നു. കൗണ്ട് ഡൗൺ തുടങ്ങുന്നു. പ്രധാന നഗരങ്ങളായ ടെഹ്റാൻ, ഹൈഫ, ദുബായ് പോലും പ്രധാന ടാർജറ്റുകളായി മാറുന്നു. അതിൻ്റെ അനന്തരഫലമോ അതിർത്തികൾ മാത്രമായി നിൽക്കുന്നില്ല. അത് പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒരുപക്ഷെ ഇന്ത്യയിൽ പോലും എത്തിച്ചേരാം. ആഗോള വിപണികൾ തകരുന്നു. എണ്ണവില കുത്തനെ ഉയരുന്നു. നിലവിലുള്ള ഇൻ്റർനെറ്റ് തകരാൻ തുടങ്ങുന്നു. GPS സിഗ്നലുകൾ തടസ്സപ്പെടുന്നു. വിമാനങ്ങൾ നിലത്തിറക്കുന്നു. നാറ്റോ അടിയന്തര യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നു. റഷ്യയും ചൈനയും മുന്നറിയിപ്പുകൾ നൽകാൻ തുടങ്ങുന്നു. ലോക നേതാക്കൾ നിശബ്ദരായി നോക്കി കാത്തിരിക്കുന്നു. ഇത് വെറും ഒരു യുദ്ധമല്ല, ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കമാകാം. വൻ ശക്തികളെ ആകർഷിക്കുന്ന, സമ്പദ് വ്യവസ്ഥയെ നശിപ്പിക്കുന്ന, ലോകത്തെ തന്നെ എന്നേക്കും മാറ്റുന്ന ഒരു സംഘർഷം. അതിനൊരു ബട്ടൺ അമർത്തുക മാത്രം മതി.